ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടേക്കുന്ന കണ്ണൂർ സ്റ്റൈൽ മഷ്റൂം ബിരിയാണിയുടെയും അതേപോലെ തന്നെ ചപ്പാത്തി പനീർ റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ അരി ഒന്ന് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് കൈമ റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം ജീരകശാല റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബിരിയാണി വെക്കുന്ന ഏത് റൈസ് ആണെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ജീരകശാല റൈസ് ആയാലും മതി കേട്ടോ. ഇത് നല്ലതുപോലെ കഴുകിയിട്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. 15 to 30 മിനിറ്റ്സ് ഒക്കെ വെക്കാം. പക്ഷെ നിങ്ങളുടെ അത്രയും സമയം ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഇനി നമുക്കിത് ഗീ റൈസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും രണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് മാത്രമായിട്ടും എടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഷാജീര ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഈ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതിനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വറുത്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് 2.5 ഗ്ലാസ് ആണ് കേട്ടോ. കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം കുക്കറിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം കേട്ടോ റൈസിൽ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയോണ്ട് ഇങ്ങനെ അടച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രമേ അടുപ്പിച്ചെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവും. ചൂടോട് കൂടിയിട്ട് ഇളക്കരുത്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയാൽ മതി. ഇതുപോലെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉള്ളിയും അതേപോലെ കാഷ്യൂനട്ടും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം ആദ്യം. അപ്പോൾ അതുകൊണ്ട് അതിലൊരു നെയ്യിൻ്റെ മണം വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മളിത് ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കളർ ആകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് കാഷ്യൂനട്ടും പിന്നെ മുന്തിരിയും ഇതും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകേണ്ട, കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരിയും കാഷ്യൂനട്ടും പിന്നെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര മഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പാക്കറ്റ് മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. അതായത് 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഉള്ളി വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് അവിടെ വേവിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. പേസ്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 8 തൊട്ട് 10 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഒന്ന് ചതച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ഉള്ളിയൊക്കെ ഫ്രൈ ആയോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അത്യാവശ്യം പിങ്ക് കളറായി വരട്ടെ. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് പിങ്ക് കളറായി മാറിയാൽ മതി. ഇതുപോലെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പഴുത്ത തക്കാളി നോക്കിയിട്ട് 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്. അതേപോലെ ചെറിയൊരു പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് 2 തൊട്ട് 3 തക്കാളി വരെയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. തക്കാളി അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മഷ്റൂം ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ 2 പാക്കറ്റ് മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വലിയ മഷ്റൂം ആണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ മഷ്റൂം ആണെങ്കിൽ 2ആയിട്ടും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റൈസിൽ വെന്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 4ആയിട്ടും 2ആയിട്ടും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് മഷ്റൂം ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മഷ്റൂമിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും, അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ വെള്ളമൊക്കെ വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മഷ്റൂം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതങ്ങ് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് മഷ്റൂമിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും. പിന്നെ തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. താല്പര്യം ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈര് ചേർത്തിട്ടില്ല. അതിന് പകരം ലാസ്റ്റിൽ ലൈം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം തൈര് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളേ. ഇതായപ്പോൾ മസാലയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും, ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പിന്നെ അതിൻ്റെ പകുതി പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നാരങ്ങനീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും യൂസ് ചെയ്യാം. പിന്നെ ഞാനെടുത്ത തക്കാളി അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം നാരങ്ങനീര് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സമയം ദമ്മിട്ട് വെക്കുന്നില്ല, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് മാത്രമേ ദമ്മിട്ട് വെക്കുന്നുള്ളൂ. ആദ്യം നമ്മുടെ ഒരു ബിരിയാണി പോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ദമ്മിടാൻ പോകുന്നത് ആ ഒരു വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് ബേസിൽ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ്, ഗീ റൈസ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മാത്രം പുതിനയില, പിന്നെ വറുത്ത് വെച്ചേക്കുന്ന ഓണിയൻ, കാഷ്യൂ, പിന്നെ മുന്തിരി, ഇത് 3ഉം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, കാരണം ഒരുപാട് ഓയിൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല വയ്ക്കുക, പിന്നെ റൈസ് വെക്കുക, സെയിം വീണ്ടും ഫോളോ ചെയ്യുക. ഈ മല്ലിയില, പുതിനയില, ഉള്ളി എല്ലാം അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നെയ്യ് ഒഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ഗരം മസാല പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്നിങ്ങനെ വിതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, കട്ടിയുള്ള ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ചൂടായ പാനിൻ്റെ മുകളിലൂടെ നമ്മുടെ ഈ ബിരിയാണി പോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ, ദം ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈലിൽ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു വിട്ടേക്കുന്ന പനീർ റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിനായിട്ട് ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് താഴെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂണോളം കാശ്മീർ റെഡ് ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ പിഴിഞ്ഞത്, നാരങ്ങ നീരും കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നാരങ്ങ നീര് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നാരങ്ങ നീരും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു മസാലയിലേക്ക് നമ്മൾ പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുത്തു. ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യൂബായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ആ മസാല പനീറിലൊക്കെ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെക്കാം. മിനിമം ഒരു 5 തൊട്ട് 10 മിനിറ്റ് എങ്കിലും ഇരുന്നോട്ടെ. പിന്നീട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഓവറായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ആ പനീരിൽ കോട്ടായി കിട്ടുന്ന വരെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. പനീറിന് വേവൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടിയാൽ മതി. ഇതുപോലെ മസാലയെല്ലാം പനീറിൽ പിടിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത്
കൊടുക്കാം. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിൽ ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അര ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മുമ്പ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ചമണം അങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരേ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇത് ഓപ്ഷനിലാണ്, ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഒന്നെങ്കിൽ പിസ്സ സീസണിങ്ങോ അല്ലെങ്കിൽ ഒറിഗാനോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മാറ്റി വെക്കാം, നമുക്ക് റോളാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ തന്നെ അങ്ങ് പാക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ചപ്പാത്തിയാണ്. അഥവാ നിങ്ങൾ തലേദിവസത്തെ ചപ്പാത്തിയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നടുക്ക് നമ്മുടെ പനീറിൻ്റെ ആ ഒരു മിക്സ്ചർ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ കുറച്ച് കെച്ചപ്പും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, മയനീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ താല്പര്യം പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇനിയൊരു റോളും ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 റോളാണ് കൊടുത്തു വിട്ടേക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ റോളാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.